പിണറായി വിജയൻ്റെ മകൾ, ആ മകളുമായി ബന്ധപ്പെട്ട ED അന്വേഷണം, നേരത്തെ പലതരത്തിൽ കരിമണൽ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അന്വേഷണങ്ങളൊക്കെ നടന്നതാണ്. ഇപ്പോൾ വലിയ തരത്തിൽ ഹവാല ഇടപാടുകളിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പണം അയച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി അന്വേഷണങ്ങൾ വരികയാണ്. വീണയുടെ ഡയറിയിൽ നിന്ന് നിർണായകമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം പേപ്പറിൽ മാത്രമുള്ള ചില കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പിണറായി വിജയൻ്റെ മകൾ വീണ വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്ന് അന്വേഷിക്കാനാണ് ED തീരുമാനം. മറ്റൊരാളുടെ പേരിൽ സിം എടുത്തത് ഹവാല ഇടപാടുകൾക്കാണ് എന്നുള്ള സംശയവുമുണ്ട്. ഒപ്പം നേരത്തെ അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. എങ്ങനെയാണ് CPM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ നൽകും. നമുക്ക് രജിത്തിലേക്ക് പോകാം. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ മുതൽ വലിയ വിവാദം, അല്ലെ രാഷ്ട്രീയ വിവാദങ്ങൾ, പല ചോദ്യങ്ങൾക്ക് CPM മറുപടി പറയേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ്. എന്തായാലും EDയുടെ കണ്ടെത്തൽ വരുന്നു. ഹവാല ഇടപാടുമായിട്ട് വീണയ്ക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള തെളിവുകൾ EDക്ക് ലഭിച്ചു എന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മുഹമ്മദ് റിയാസ് അടക്കം, MV ഗോവിന്ദൻ അടക്കം ആ പ്രതികരണങ്ങളും ഒക്കെയായി രംഗത്തെത്തി. ഇനി EDയുടെ ഒരു നീക്കം എന്തായിരിക്കും? എന്താണ് മറ്റു വിവരങ്ങൾ കൂടി? ഗുഡ് മോർണിംഗ് അശ്വതി ആൻഡ് അഖില. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് ഇന്ന് വരാൻ പോകുന്നത്. അത് തന്നെ എക്സാലോജിക്കിൽ നിന്നും നിരവധി, ഒപ്പം തന്നെ CMRL കർത്താവ് വഴിയും വീണയ്ക്ക്, പിണറായി വിജയൻ്റെ മകൾക്ക് ലഭിച്ചിട്ടുള്ള തുകയാണ് ഈ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ, ഏകദേശം 2.25 കോടി രൂപ ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ 2.25 കോടി രൂപ എവിടേക്കൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് വിദേശത്തേക്ക് ഏകദേശം 85 ലക്ഷം രൂപ അയച്ചു, ദുബായിലേക്ക് അയച്ചു എന്നത്, ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് അയച്ചു എന്ന കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. അതും 3.49 ലക്ഷം ദിർഹമായിട്ടാണ് ഈ തുക അവിടേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരു വിദേശത്തേക്ക് തുക അയക്കുന്നതിന് പ്രത്യേക ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്. ആ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടാണോ തുക അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടരുന്നത്. അതിലൊരു ഫെമ ചട്ടലംഘനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ തുക ആർക്കൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം അവർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ തുക ബാങ്കിലൂടെ നിലവിൽ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് ബാങ്കിലൂടെ ഈ തുക അയക്കണമെങ്കിൽ അതിന് വേണ്ട ചില ചട്ടങ്ങൾ, ആ ഒരു രീതികളുണ്ട്. ആ രീതികളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും നടക്കുന്നു. ഒപ്പം കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ വീണയുടെ വീട്ടിൽ നിന്നടക്കം ഒരു സിമ്മും ഫോണും അടക്കം കണ്ടെത്തിയിരുന്നു. ഇത് ഒരുപക്ഷെ വൈഫൈ റൂട്ടിങ്ങിനും ഇൻ്റർനെറ്റ് കോളിങ്ങിനുമൊക്കെയായി ഉപയോഗിച്ചിട്ടുള്ളതാണോ എന്ന പരിശോധന വിശദമായി തന്നെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇവർ നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ രേഖകളടക്കം അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുണ്ട്. അവ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയാണ് ആ അന്വേഷണ സംഘം നടത്തുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ രേഖകൾ, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് 8 പേരുടെ വീടുകൾ, ഇവരുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ 8 പേരുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. ആ റെയ്ഡുകളുടെ ഭാഗമായി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ എക്സാലോജിക്കിൽ നിന്നും അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞൊരു തുക വീണ സമ്പാദിച്ചിട്ടുണ്ട് എന്ന അന്വേഷണ സംഘം കണ്ടെത്തി. രജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പേരിൽ ഒരു കമ്പനിയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇത് കടലാസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? തീർച്ചയായും നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഈ കടലാസ് കമ്പനി എന്നത് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയ കാര്യമാണ്. തുക പല രീതിയിൽ ചെലവഴിക്കുന്നതിന് അല്ലെങ്കിൽ തുകകൾ വകമാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം കമ്പനികൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഈ പാരലലായി തന്നെ നടക്കുന്നുണ്ട് എന്നതാണ്. ഒപ്പം ഈ ഹെക്സാലോജിക് കമ്പനി, അതും ഈ CMRL നൽകിയിട്ടുള്ള CMRL എന്ത് സേവനമാണ് നൽകിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള സേവനവും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾ എന്ന നിലയിലാണ് വീണയ്ക്ക് പണം നൽകിയതെന്ന് കർത്തായുടെ തന്നെ മൊഴികളുണ്ട്. അതുപോലെ തന്നെ റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് 8 പേരുടെ വീടുകളിലടക്കം കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തി. ഇവർ ഹവാല ഇടപാടുകൾ നടത്തുന്നവരാണ് എന്ന രേഖകളടക്കം അല്ലെങ്കിൽ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിനുണ്ട്. അതിന് തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഹവാല ഇടപാടുകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നതാണ്. ഈ ഇൻ്റർനെറ്റ് കോളിങ്ങിനും മറ്റുമായി ഒരു സിം പ്രത്യേകം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ
അത് ഇത്തരത്തിലുള്ള ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണോ എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്കടക്കം ഈ അന്വേഷണം പോകുമ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് മുൻ മന്ത്രിയാണ്, വീണയുടെ ഭർത്താവാണ്, ഒപ്പം തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയനിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്താനുള്ളൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിന് ശേഷം നടന്ന പ്രതിഷേധവും അതേ തുടർന്ന് നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം വരികയും റിയാസിലേക്ക് അന്വേഷണം വരുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് അടുത്ത ദിവസം ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം തന്നെ CPM നടത്തുകയാണ്. അതിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അത് ഈ വരാൻ പോകുന്ന അന്വേഷണത്തെ തടുക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്കും തുടർന്ന് പിണറായി വിജയനിലേക്കും എത്തുകയാണെങ്കിൽ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗവും പ്രതിഷേധ പരിപാടികളുമായിരിക്കും വരാൻ പോകുന്ന ദിവസം. ശരി രജിത്ത്, ഏതായാലും അന്വേഷണം ഇനി ED അന്വേഷണം രജിത്ത് സൂചിപ്പിച്ച പോലെ ED അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിൽ എന്ത് വിശദീകരണമാണ് ഈ വിശദീകരണ യോഗം വിളിച്ച് CPM നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്